എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 78-ാം ദിവസം. ഇന്ന് 771 മുതൽ 780 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം ദുരാരാധ്യായേ നമഃ. ഓം ദുരാധർഷായേ നമഃ. ഓം പാടലീകുസുമപ്രിയായേ നമഃ. ഓം മഹത്യേ നമഃ. ഓം മേരുനിലയായേ നമഃ. ഓം മന്ദാരകുസുമപ്രിയായേ നമഃ. ഓം വീരാരാധ്യായേ നമഃ. ഓം വിരാട്രൂപായേ നമഃ. ഓം വിരജസേ നമഃ. ഓം വിശ്വതോമുഖേ നമഃ. എന്നൂടെ പറയാം. ഓം ദുര ആരാധ്യായേ നമഃ. ഓം ദുരാധർഷായേ നമഃ. ഓം പാടലീകുസുമപ്രിയായേ നമഃ. ഓം മഹത്യേ നമഃ. ഓം മേരുനിലയായേ നമഃ. ഓം മന്ദാരകുസുമപ്രിയായേ നമഃ. ഓം വീരാരാധ്യായേ നമഃ. ഓം വിരാട് രൂപായേ നമഃ. ഓം വിരജസേ നമഃ. ഓം വിശ്വതോമുഖേ നമഃ. ഇതിൻ്റെ സാമാന്യ അർത്ഥം കൂടെ നോക്കാം. ഓം ദുര ആരാധ്യായേ നമഃ. ദുര ആരാധ്യ, ചഞ്ചലമായ മനസ്സോടെ ദേവിയെ പ്രാർത്ഥിക്കുന്നവരെ, ദേവി ഇച്ചിരി ബുദ്ധിമുട്ടാണ് ദേവി അനുഗ്രഹം കൊടുക്കാൻ. തന്നിലേക്ക് അടുപ്പിക്കാൻ ദേവിക്ക് ഇച്ചിരി പ്രയാസമാണ്. കാരണം അവർ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ദേവിയെ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ അമ്മയാണ്, ഞങ്ങൾ മക്കളാണ്. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എങ്ങനെയാണോ ഒരമ്മയുടെ അടുത്ത് ചെല്ലുന്നത്, അതുപോലെ വേണം ദേവിയെ സമീപിക്കാൻ എന്നാണ് പറയുന്നത്. അല്ലാതെ ചഞ്ചല മനസ്സോടെ ദേവിയെ പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് ദേവിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനിയും ദുരാധർഷായേ നമഃ. ദർശനം ചെയ്യപ്പെടാൻ എളുപ്പമല്ലാത്തവൾ എന്ന് പറഞ്ഞാൽ എന്താ, സ്വാധീനിക്കാൻ പറ്റാത്തത്. ദേവിക്ക് ഈ ചഞ്ചലമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നവരെ സ്വാധീനിക്കാൻ ദേവിക്ക് പറ്റുകയില്ല. അതാണ് ദർശനം ചെയ്യപ്പെടാൻ എളുപ്പമല്ലാത്തവളെന്ന് പറയുന്നത്. ദുരാദർശനായ, അതായത് ഇങ്ങനെ ചഞ്ചലമായ മനസ്സുള്ളവർ ദേവിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അത് എളുപ്പമല്ല എന്നുള്ളതാണ് ദേവിയുടെ പറയുന്നത്. ദർശനം ചെയ്യപ്പെടാൻ എളുപ്പമല്ലാത്തവൾ. ഓം പാടലീകുസുമപ്രിയായേ നമഃ. പാടലീകുസുമം എന്ന് പറഞ്ഞാൽ പാതിരിപ്പൂവ് പ്രിയങ്കരമായിട്ടുള്ളത്. പാതിരിപ്പൂവ് ഇഷ്ടമുള്ളവൾ. ശിവന് എങ്ങനെയാണോ കൂവളത്തിലെ ഇഷ്ടം, അതുപോലെയാണ് ദേവിക്ക് പാതിരിപ്പൂവ്. പാടലീകുസുമം എന്ന് പറഞ്ഞാൽ പാതിരിപ്പൂവ്. ഓം മഹത്യേ നമഃ. മഹതി, എല്ലാം കൊണ്ടും മഹത്വമുള്ളവൾ, ഏറ്റവും ശ്രേഷ്ഠയായവൾ. വലിപ്പം കൊണ്ടായാലും മൂല്യം കൊണ്ടായാലും ഏറ്റവും മഹത്വമുള്ളവളും അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠയായവളുമാണ് ദേവി. ഓം മേരുനിലയായേ നമഃ. മേരുനിലയ, മേരുപർവ്വതത്തെ തൻ്റെ നിലയമാക്കി വച്ചവൾ. ഓം മന്ദാരകുസുമപ്രിയായേ നമഃ. മന്ദാര പുഷ്പത്തെ ഇഷ്ടപ്പെടുന്നവൾ ദേവി. മന്ദാരപുഷ്പമാണ് ദേവിക്ക് ഇഷ്ടമെങ്കിൽ ശിവന് വെളുത്ത എരിക്കിൻ പൂവാണ് ഇഷ്ടം. അപ്പോൾ എന്താണ് മന്ദാരകുസുമപ്രിയ എന്ന് വെച്ചാൽ മന്ദാരകുസുമം ഇഷ്ടപ്പെടുന്നവൾ, അല്ലെങ്കിൽ വെളുത്ത എരിക്കിൻ പൂവ് ഇഷ്ടപ്പെടുന്നവൾ എന്നർത്ഥം. വീരാരാധ്യായേ നമഃ. വീരന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ, ശക്തി സ്വരൂപിണിയാണ് ദേവി. അപ്പോൾ ദേവിയുടെ ശക്തി, വീരന്മാർക്കൊക്കെ ശക്തി കൊടുക്കുന്ന ദേവിയാണ്. അങ്ങനെ ആ വീരന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ ദേവി. വിരാട് രൂപായേ നമഃ. വിരാടെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ രൂപമുള്ളവർ. പരബ്രഹ്മസ്വരൂപിണി. പരബ്രഹ്മം ഒരു ശരീരമായി, ഒരു ശക്തി സ്വരൂപിണിയായി നിൽക്കുന്നതാണ് ദേവി എന്ന് പറയുന്നത്. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദേവി, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ രൂപമുള്ളവൾ വിരാട് രൂപ. വിരജസേ. ഓം വിരജസേ നമഃ. വിരജസേ എന്ന് വെച്ചാൽ രജസിനെ ഒഴിഞ്ഞവൾ, ഒഴിഞ്ഞവൾ, അതായത് രജോ ഗുണം ഒഴിഞ്ഞവളാണ് ദേവി. വിശ്വതോമുഖേ നമഃ. വിശ്വതോമുഖി എന്ന് പറഞ്ഞാൽ വിശ്വത്തിൽ ഓരോന്നും ദേവിയുടെ മുഖമാണ്. എല്ലായിടത്തും ദേവിയുടെ മുഖം മാത്രമേ ഉള്ളൂ. ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദേവിയുടെ മുഖമാണ് എല്ലായിടത്തും. അതുപോലെ വിശ്വതോമുഖി നമഃ.
അപ്പം നമ്മളിവിടെ ഓരോ ദിവസവും പുതിയ പുതിയ നാമങ്ങൾ കൂടെ ദേവിയെ കൂടുതൽ അറിയുന്നു. പുതിയ പുതിയ നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാകുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ സ്വന്തം അമ്മ, ഈ പ്രപഞ്ച മാതാവ് നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കും. ഈ ദേവീപ്രസാദം വേണമെങ്കിൽ എന്ത് വേണം? ദേവിയെ അതുപോലെ ആരാധിക്കണം. ശുദ്ധമായും വൃത്തിയായും ഭക്തിയോടെയും വിശ്വാസത്തോടെയും ആരാധിക്കുമ്പോഴാണ് നമുക്ക് ദേവീപ്രസാദം കിട്ടുന്നത്. അങ്ങനെയുള്ള ശ്രീ ലളിതാ പരമേശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.